അങ്ങനെ മഴ പെയ്ത് മക്കളെ. മഴ ഉണ്ടെന്ന് ന്യൂസിൽ കണ്ടെങ്കിലും രാവിലെ തന്നെ പെയ്യുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരു ഞായറാഴ്ച, അതും ലീവുള്ള ദിവസം. രാവിലെ എണീക്കുമ്പോ തന്നെ മഴ കാണുമ്പോൾ ഒരു ഫീലിംഗ് പറഞ്ഞറിയിക്കണ്ടല്ലോ. പക്ഷെ എല്ലാം നനഞ്ഞു കുതിർന്നിട്ടാ. സോഫയും സ്ട്രോളറും വാക്കറും എല്ലാം പുറത്തായിരുന്നു. എല്ലാം കഴുകാൻ വേണ്ടിട്ട് തന്നെ പുറത്തിട്ടതാണ്. പക്ഷെ ഈ ആദ്യം പെയ്യുന്ന മഴയില് പുതുമഴ എന്നൊക്കെ പറയും ല്ലേ, അതിൽ നിറച്ച് പൊടിയും ചളിയും ഒക്കെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ മഴവെള്ളം കൊണ്ടാലും ഇതൊക്കെ ഒന്നുകൂടെ നല്ലോണം കഴുകേണ്ടി വരും. എന്നിട്ട് വീടിനുള്ളിൽ കയറ്റാൻ പറ്റുള്ളൂ. ഇവിടെ ഡ്രെയിനേജ് ബ്ലോക്ക് ആയി കിടക്കാട്ടോ. മരങ്ങളൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് തന്നെ മഴ പെയ്താൽ ബ്ലോക്ക് ആകുന്നത് ഇവിടെ സ്ഥിരമാണ്. നാട്ടിലൊക്കെ മഴ പെയ്യുമ്പല്ലേ നമുക്കൊന്നും ഒരു വിലയില്ല. അതല്ലെങ്കിലും റയർ ആയിട്ട് കിട്ടുന്നതുകൊണ്ടായിരിക്കും ഇവിടുത്തെ മഴക്ക് ഒരു പ്രത്യേക രസമാണ്. നമ്മുടെ വില്ലയിലെ പൊടി പിടിച്ച് കിടക്കുന്ന എല്ലാ സ്ഥലം ക്ലീൻ ആകുന്നത് മഴ പെയ്യുമ്പോഴാണ്. അതും ഒരു മഴയൊന്നും പെയ്താൽ പോരട്ടാ, അപ്പൊ ചളി തന്നെ ആവുള്ളൂ. ഒരു 2-3 മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ ചളി ഫുള്ള് ഒലിച്ചങ്ങോട്ട് പോയിക്കോളും. നമ്മുടെ വില്ലന്റെ റൂഫൊക്കെ കണ്ട ഇപ്പോഴാണ് ശരിക്കും വെട്ടി തിളങ്ങുന്നത്. ആ പൊടിയൊക്കെ കണ്ട് ഒലിച്ചു പോയപ്പോഴേ ശരിക്കും അതിന്റെ റെഡ് കളർ കാണാൻ പറ്റുന്നുണ്ട്. ബാക്കി ക്ലീനിങ് ഹസ്ബൻഡ് പോയ ശേഷം ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം വീട്ടിൽ കയറി. മൂപ്പര് പോകുമ്പോൾ ഞാൻ പിന്നാലെ പോയിട്ടാ യാത്ര അയക്കാനേ. കാരണം റോഡിൽ പോയിട്ട് ആകാശത്തേക്ക് നോക്കാൻ നല്ല രസമായിരിക്കും. വൈഡായിട്ട് നമുക്ക് റോഡും ആകാശം ഒക്കെ കാണാം. മൂപ്പര് പോയിട്ട് ഞാൻ കുറേ നേരം അവിടെ തന്നെ നിന്ന് പിന്നെ വീട്ടിൽ കയറി മോനെ മദ്രസയിലാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ക്ലീൻ ആക്കാനായിട്ട് ഇറങ്ങി. മഴ പെയ്താലുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ടേഷൻ ആണ്. റോഡിലൊക്കെ പെട്ടെന്ന് വെള്ളം കയറും, ബ്ലോക്ക് ആവുകയും ചെയ്യും. ട്രാഫിക് ബ്ലോക്കേ, വെള്ളം ഒലിച്ചു പോകാനുള്ള സ്ഥലമില്ലല്ലോ, വെള്ളം താഴ്ന്നു പോകില്ല. അതാണ് ഇവിടുത്തെ മണ്ണിന്റെ ഒരു പ്രത്യേകത. ഇവിടെ ചെറിയൊരു മഴ പെയ്താലുള്ള കാര്യമാണ് പറയുന്നത്. വലിയ മഴ പെയ്താൽ പിന്നെ ആലോചിക്കേ വേണ്ട. ആകാശത്ത് ഇനിയും മഴക്കാറുണ്ട് കേട്ടോ. അടുത്ത മഴ എപ്പോ പെയ്യുമെന്ന് നമുക്ക് നോക്കാം. മഴക്ക് വേണ്ടി കാത്തിരുന്ന വേഴാമ്പലിന്റെ അവസ്ഥയായിരിക്കും ഇപ്പൊ എല്ലാരും മനസ്സിലും അല്ലേ. ഒന്ന് പൊതച്ചു മൂടി കിടന്നുറങ്ങിയാലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കണ്ട, പോയി ഉറങ്ങിക്കോ.